ഏറനാട്ടിലെ ഹിന്ദുക്കളുടെ ചോര ചീന്തിയ ഒരു വരത്തെക്കുറിച്ചാണ്. അതിന്റെ കാരണക്കാരൻ വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിയായിരുന്നു എങ്കിൽ ഇന്ന് ആ വരം കേരളത്തിന്റെ ഇടതും വലതും ചേർന്ന് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ പിന്തുണയ്ക്കുന്നു. മതേതര മുന്നണികളുടെ അതിര് കവിഞ്ഞ പ്രീണനം കേരളത്തെ എത്രമാത്രം തീവ്രവാദികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു എന്ന് വിശദമാക്കുന്ന ഒരു കുറിപ്പ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി SIO പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് വിവാദമാകുന്ന അവസരത്തിൽ ഈ കുറിപ്പ് ഏറെ പ്രസക്തമെന്ന് വിലയിരുത്തൽ. എഴുത്തുകാരൻ പ്രേം ശൈലേഷ് എഴുതിയതാണ് ഈ കുറിപ്പ്. ഭീകരവാദികളുടെ ഫോട്ടോകൾ പ്രതിഷേധത്തിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചർച്ചകൾ സജീവമാകുന്നത്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, എഴുത്തുകാരനും മുസ്ലിം ബ്രദർഹുഡ് നേതാവുമായ സയ്യിദ് ഖുതുബ്, ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹ്യ സിൻവാർ എന്നിവരുടെ ഫോട്ടോകളെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുന്നത്. ഈ വിഷയത്തിൽ എഴുത്തുകാരൻ പ്രേം ശൈലേഷ് എഴുതിയ കുറിപ്പ് ചർച്ചയാവുകയാണ്. ഖലീഫയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ മുറവിളി ഉയർന്നപ്പോൾ അതിന് വളം വെച്ച് ബലം നൽകിയത് ഗാന്ധിയാണ്. ആ വരത്തിന്റെ ബലത്തിൽ അവർ വിരൽ ചൂണ്ടിയത് മലബാറിലെ പാവം ഹിന്ദുക്കളുടെ നേർക്കാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഏറനാട്ടിലെ ഹിന്ദുക്കളുടെ ചോരയിലാണ് ആ വരം അവസാനിച്ചത്. അത്തരമൊരു വരമാണ് കേരളത്തിന്റെ ഇടതും വലതും ചേർന്ന് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ പിന്തുണച്ചതുവഴി ചെയ്തത്. വഖഫ് നിയമത്തിനെതിരെ കോഴിക്കോട് നടന്ന പ്രതിഷേധ സമരത്തിൽ ഉയർന്ന 2 നേതാക്കളുടെ ചിത്രമാണ് ഇത്. ആരൊക്കെയാണ് ഇത് എന്ന് അറിഞ്ഞാലാണ് മതേതര മുന്നണികളുടെ അതിര് കവിഞ്ഞ പ്രീണനം കേരളത്തെ എത്രമാത്രം തീവ്രവാദികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു എന്ന് പറയാൻ പറ്റുക എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഭസ്മാസുരന് വരം കൊടുത്ത അബദ്ധത്തിലായ പരമശിവന്റെ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അനർഹന് വരം കൊടുത്താൽ, സൗകര്യം നൽകിയാൽ അവൻ ആദ്യം ചെയ്യുക അത് തന്നവനെ തന്നെ നിരാകരിക്കലാണ്. താൻ ആർക്ക് നേരെ വിരൽ ചൂണ്ടിയാലും അയാൾ മരിക്കണം എന്ന വരം നേടിയ ഭസ്മാസുരൻ അത് ആദ്യം പ്രയോഗിക്കാൻ ശ്രമിച്ചത് വരദാതാവായ പരമശിവനെതിരെ തന്നെയാണ്. അതിനുശേഷം അത്തരമൊരു വരം ഈ രാഷ്ട്രം കണ്ടത് ഖിലാഫത്ത് കാലത്താണ്. തുർക്കിയിലെ ജനങ്ങൾക്ക് പോലും ആവശ്യമില്ലാതിരുന്ന ഖലീഫയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ മുറവിളി ഉയർന്നപ്പോൾ അതിന് വളം വെച്ച് ബലം നൽകിയത് ഗാന്ധിയാണ്. ആ വരത്തിന്റെ ബലത്തിൽ അവർ വിരൽ ചൂണ്ടിയത് മലബാറിലെ പാവം ഹിന്ദുക്കളുടെ നേർക്കാണ്. ഹിന്ദുക്കളെ കൊന്നൊടുക്കി മതപരിവർത്തനം നടത്തിയുമാണ് ആ വരം അവർ ദുരുപയോഗം ചെയ്തത്. ഏറനാട്ടിലെ ഹിന്ദുക്കളുടെ ചോരയിലാണ് ആ വരം അവസാനിച്ചത്. അത്തരമൊരു വരമാണ് കേരളത്തിന്റെ ഇടതും വലതും ചേർന്ന് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ പിന്തുണച്ചത് വഴി ചെയ്തത്. വഖഫ് നിയമത്തിനെതിരെ കോഴിക്കോട് നടന്ന പ്രതിഷേധ സമരത്തിൽ ഉയർന്ന 2 നേതാക്കളുടെ ചിത്രമാണ് ഇത്. ആരൊക്കെയാണ് ഇത് എന്ന് അറിഞ്ഞാലാണ് മതേതര മുന്നണികളുടെ അതിര് കവിഞ്ഞ പ്രീണനം കേരളത്തെ എത്രമാത്രം തീവ്രവാദികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു എന്ന് പറയാൻ പറ്റൂ. ഫോട്ടോയിൽ കാണുന്ന ആദ്യത്തെ മനുഷ്യൻ ഇമാം ഹസനുൽ ബന്ന, തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകൻ. ഉദ്ഭവനാടായ ഈജിപ്തിൽ പോലും നിരോധനം ഏൽക്കേണ്ടി വന്ന സംഘടനയാണ് ഇത്. മുഹമ്മദ് അൽ സുഖാഷി എന്ന 40കളിലെ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ വധിച്ചു എന്ന പേരിൽ ഈജിപ്ഷ്യൻ രഹസ്യ പോലീസ് തന്നെ വധിച്ച തീവ്രവാദിയാണ് ബന്ന. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ നിയമം വരണമെന്നും അധീശത്വത്തിന് കീഴ്പ്പെടുകയല്ല, അധീശത്വം നമ്മൾ കാണിക്കണമെന്നും ആഹ്വാനം ചെയ്ത മനുഷ്യൻ. സൗദി അറേബ്യ അടക്കം ഇദ്ദേഹത്തിന്റെ സംഘടനയുടെയും ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെയും നിരോധിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം. ജർമ്മനി പോലുള്ള, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ തീവ്രവാദ പട്ടികയിൽ ഇവർക്ക് ഇരിപ്പിടവുമുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിലുള്ളതാണ് അഹമ്മദ് യാസിൻ. അഹമ്മദ് യാസിനാണ് ഹമാസിന്റെ സ്ഥാപകൻ. എന്താണ് ഹമാസ്? ഒക്ടോബർ 7 ഇസ്രായേലിൽ നുഴഞ്ഞുകയറിയ ആയിരക്കണക്കിന് നിരപരാധികളായ പൗരന്മാരെ നിഷ്ഠൂരം കൊന്നൊടുക്കി അതിൽ അഭിമാനിക്കുന്ന മറ്റൊരു ഭീകരവാദ സംഘടന. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ യോഗം ചേർന്ന് കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിപ്പിച്ചവരാണ് ഇവർ. കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ഇവരുടെ വീമ്പും ആ വീമ്പ് യാഥാർത്ഥ്യമാകുമെന്ന് സ്വപ്നം കണ്ട് പിന്തുണയ്ക്കുന്നവരെയും കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ വിഭാഗം കാണേണ്ട കണ്ണ് മതേതര കണ്ണാടിയിലൂടെയല്ല. അവസരം കിട്ടിയാൽ ഈ സംഘടനകളുടെ അതേ ഭീകരവാദ ആശയം ഇവിടെയും നടപ്പിലാക്കാൻ നിൽക്കുന്ന ഭീകരവാദികളായി തന്നെ ഇവരെ കണക്കാക്കണം. കർഫ്യൂ അണിഞ്ഞ് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഹമാസ് നേതാക്കളെ വീഡിയോ കോൺഫറൻസ് വഴി ആനയിച്ചതുമെല്ലാം വീണ്ടും ഒരു ഭസ്മാസുരന് വരം കൊടുക്കുന്ന അബദ്ധം തന്നെയാണ്. CAA വിരുദ്ധ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം ഓർമ്മയില്ലേ? 21 ഊരിയ വാളുകൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നതായിരുന്നു അത്. ഇന്നലെ നടന്ന പ്രതിഷേധ സമരത്തിൽ ഉയർന്നത് തിരൂരങ്ങാടി പള്ളിയുടെ ചിത്രമാണ്. എന്താണ് ആ പള്ളിയുടെ പ്രത്യേകത? 1921 ഈ പള്ളി തകർത്തു എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ ഭീകരവാദി സംഘം ഇറങ്ങിത്തിരിച്ചത്. അതിനാൽ ജാഗ്രത എന്നാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വിശദമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.